പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ 400ഓളം വീടുകൾ ദത്തെടുത്തു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണ സമ്മേളനം നടത്തി. മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന് കീഴിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് സംഗീത ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയണം. പിന്നെ ഒരു സ്റ്റുഡൻറ്റ് 3 വീട് അല്ലെങ്കിൽ 4 വീട് പോകുന്നതാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു ഈ മെഡിക്കൽ ഡോക്ടർമാർ വന്നിട്ടിപ്പോൾ ഞങ്ങളാണെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസവാക്ക് നമ്മുടെ രോഗം എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവരൊരു വീട്ടിൽ വന്നിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ചില ഡോക്ടർമാർ ചോദിക്കുമ്പോൾ അതിൽ തന്നെ അവർക്ക് പകുതി അസുഖങ്ങൾ മാറിയതുപോലെയാണ് ഞങ്ങളുടെ ഒരു ഫീലിംഗ്. കുറച്ച് ആൾക്കാർ പറയുന്ന ഫീലിംഗ് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ തേങ്കുറിശ്ശി പഞ്ചായത്ത് തിരഞ്ഞെടുത്ത കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്ത് ഈ 3 വർഷം ചെയ്യുന്നതാണ് പറഞ്ഞത്. തിരഞ്ഞെടുത്ത് നല്ല അഭിപ്രായങ്ങളും എല്ലാവരും വരട്ടെ, ക്യാമ്പുകളൊക്കെ നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വൈസ് പ്രസിഡന്റ് എസ് സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ, മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ബോർഡ് മെമ്പർമാർ, വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ, ഡോക്ടർ ശ്രീദേവി എന്നിവർ ക്ലാസ് എടുത്തു. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഒരു വിദ്യാർത്ഥി 3 വീട് എന്ന രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചു. ആ വീടുകളും ദത്തെടുക്കും. ശേഷം എല്ലാ വർഷവും 5 തവണ ഈ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുകയും കൂടാതെ മെഡിക്കൽ ക്യാമ്പ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണം എന്നിങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.